പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടി ചെയ്യുന്ന ആദ്യകാലങ്ങളിൽ ഗിദെയോനെ പോലെ മനാസയുടെ വംശം അശക്തമാകാം. അതിൽപ്പെട്ട ഗോത്രത്തിലുള്ള ഉടമ്പടിയുടെ പ്രകാരം ഗിദെയോൻ്റെ ഗോത്രം ബലഹീനമാകാം. ഗിദെയോൻ്റെ കുടുംബത്തിലും ആസ്തി ഇല്ലാതെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ആസ്തി ആരാണ്? കർത്താവാണ് ആസ്തി. പതുക്കെ പതുക്കെ പതുക്കെയാണ് ഇവൻ അടയാളം കിട്ടിയിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണത്. അപ്പം നീ ഇവിടുന്ന് പോകുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവണം, ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഗിദെയോൻ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, എൻ്റെ സാമ്പത്തിക സ്ഥിതി, എൻ്റെ ബുദ്ധി എല്ലാം വളരെ ബലഹീനമാണ്. ഇപ്പം ഇന്നലെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ICCR പരീക്ഷ എഴുതിയിട്ട് ഒക്കെ റാങ്ക് കിട്ടിയതാണ്. അപ്പം ICCR എന്ന് പറഞ്ഞത് നമ്മുടെ IAS പോലെ എന്ത് സംഭവമാണ്, എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പക്ഷേ അവൾ പറഞ്ഞത് അവളുടെ കൂട്ടുകാരവിടെ കളിയാക്കി, ഇതിന് IAS ബുദ്ധി വേണ്ട കേസാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള സാധാരണ ബേസിക് സ്റ്റുഡൻറ്റിന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഞാനൊരു ബേസിക് സ്റ്റുഡൻ്റാണെന്നാണ് അവൾ പറയണത്. എനിക്കിതിൻ്റെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഇതിന് പോകണമെന്നുള്ളത്. എൻ്റെ ആഗ്രഹം പിന്നെ ഉള്ളത് എന്താണ്? കർത്താവാണ് എൻ്റെ ആസ്തി എന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ഉടമ്പടി ചെയ്ത് ഞാൻ പറ്റണ പോലെ പഠിച്ചു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, ഇതിന് പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യമില്ല, പഠിക്കാനുള്ള മനുഷ്യൻ പഠിക്കുക തന്നെ വേണം. കൂട്ടുകാരെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പ്രാർത്ഥന കൊണ്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല, പഠിക്കാനുള്ളത് പഠിക്കുക തന്നെ വേണം. അതിനുള്ള ബുദ്ധിയും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ്. നിങ്ങളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകളിലാണ് വിശ്വസിക്കുന്നത്. ഇപ്പം ചിലർ പറയും താൻ പാതി ദൈവം പാതി എന്ന്. ചിലർ പറയും ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി. ചിലർ പറയും വർക്ക് ഈസ് വർഷിപ്പ്. ഇതെല്ലാം ഉടമ്പടിക്കാൻ ഇതൊന്നും ബിബ്ലിക്കൽ ടേംസ് അല്ല. ഇതൊന്നും ബിബ്ലിക്കൽ ടേംസ് അല്ല. വിശ്വാസി പറയണ അർത്ഥം ഇത് അവിശ്വാസികളുടെ ബൈബിളാണ്. ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി വിശ്വാസിയുടെ ബൈബിളാണ്. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി ഇസ് അവർ ചാരിറ്റി. ചില പറയും ഫസ്റ്റ് വർക്ക് ദെൻ വർഷിപ്പ്. ചിലർ പറയും വർക്ക് ഈസ് വർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയാണ്, അധ്വാനമാണ് ആരാധന. എന്നാൽ അവിശ്വാസികളുടെ കാലത്ത് 1800 ഫ്രഞ്ച് റവല്യൂഷൻ മുതലുണ്ടാക്കിയെടുത്തിട്ടുള്ള ബുദ്ധിപരമായ ഒരു പരിണാമമാണിത്. അതിനെ സപ്പോർട്ട് ചെയ്തത് ഫിഡലിസമാണ്. ഫിഡലിസം സപ്പോർട്ട് ചെയ്തത് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് ഞായറാഴ്ച വരെ പാവപ്പെട്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഫാക്ടറി മുതലാളിമാർ കണ്ടുപിടിച്ച ബൈബിളാണ് ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി. വർക്ക് ഈസ് വർഷിപ്പ്. നീ പള്ളിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്താൽ മതിയെന്ന്. അതും പറഞ്ഞുകൊണ്ടാണ് ഇതിൽ അണ്ണന്മാർ വീട്ടിയിരിക്കുന്നത്. ഇതെല്ലാം പിശാസിൻ്റെ സാറ്റാനിക് വെർഷൻ. ഇപ്പം സൽമാൻ റുഷ്ദിയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരിയേറെ ഭീഷണിയുള്ളതാണ്. അത് വേറൊരു വിഷയം. ഞാൻ പറയണത് അതിൻ്റെ സമാന്തരമായി ചില നിലപാടുകളുണ്ട് മനുഷ്യനെടുക്കണേ. എന്താണ് സാറ്റാനിക് വേഴ്സുകൾ എന്ന് പറയണത്? സൈത്താൻ്റെ വചനങ്ങളെന്ന് പറയുന്നത് എന്താണ്? ദൈവവചനത്തെ നിഷേധിക്കുകയും വിശ്വാസം എടുക്കാതിരിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ ദൈവേതര വചനങ്ങളാണ്. ദൈവേതര വചനങ്ങൾ അല്ല വിശ്വാസി ഫോളോ ചെയ്യണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ആൻഡ് വർഷിപ്പ് സെയിം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മൾ വർക്ക് ചെയ്യും, അതേസമയം തന്നെ വർഷിപ്പ് ചെയ്യും. പക്ഷേ വർക്ക് ചെയ്താലും ചില സമയത്ത് നമ്മൾ എത്തിപ്പെടത്തില്ല. പിന്നെന്താണ്? അപ്പം ഞാൻ പറയും 50% വർക്ക് 50% വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി സമ്മതിക്കത്തില്ല. ഉടമ്പടി സമ്മതിക്കണത് എന്താണ്? ആത്മാർത്ഥത നിൻ്റെ ഭാഗത്തുനിന്ന്. നിനക്ക് പറ്റണ പോലെ വർക്ക് ചെയ്യും, ബാക്കി അത് 65 ചിലപ്പോൾ 35. നിനക്ക് 35 നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്ര ശതമാനമായിരിക്കും? 65. നിൻ്റെ 25 നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്രയായിരിക്കും? 75. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. എഫേസ്യസ് 2:8 നിൻ്റെ കഴിവാലല്ല
എൻ്റെ കൃപയാലാണെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ മഹത്വം, ദൈവനാമം മഹത്വപ്പെടുക, കർത്താവിൻ്റെ നാമം മഹത്വം, ഈശോയുടെ നാമം മഹത്വപ്പെടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായും നടത്തിയിരുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായും നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ തന്നോട് സംസാരിച്ച ദൈവദൂതനോട് എന്താ പറയണത്? എന്നോട് സംസാരിച്ച ദൈവദൂതനാണെങ്കിൽ, എന്നോട് സംസാരിച്ച ദൈവദൂതനിലൂടെ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ദൂതൻ പറഞ്ഞോളൂ, ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ നിൽക്കുമോ? ആ വാക്കൊക്കെ ഭയങ്കര ശക്തമാണ്. നീ എന്നോട് സംസാരിച്ച ദൈവദൂതനാണെങ്കിൽ, ദൈവദൂതനോട് ദൈവമാണ് എന്നോട് സംസാരിച്ചെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ? അപ്പോൾ ദൂതൻ പറഞ്ഞു, നീ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഗിദെയോൻ എന്താ ചെയ്തത്? മനാസയുടെ ഗോത്രത്തിൽ അവന് പറയാനുള്ള അവൻ പറഞ്ഞു. മനാസയുടെ ഗോത്രത്തിൽ അവൻ്റെ വർഗം, അവൻ്റെ വംശം ബലഹീനമാണ്. മിദ്യാൻകാരെ എതിർക്കാൻ പോയിട്ട് 10 പേരോട് പോലും അടരാടാനുള്ള ശക്തിയും ആസ്തിയുമില്ല. പക്ഷേ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ ദൈവത്തെ എനിക്കറിയാം. ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ? അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, നീ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഗിദെയോൻ എന്താ ചെയ്തത്? അകത്ത് വീട്ടിൽ പോയി കുറേ നടന്നു പോകണം. അവൻ പോയി ആടിനെ കൊണ്ടുവന്ന് ആടിനെ പാകം ചെയ്ത് അതിൻ്റെ കറി ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കുറച്ച് അപ്പവും കൊണ്ടുവന്നിട്ട് ഒരു കല്ലേലെടുത്ത് വെച്ച്, ദൂതം നിന്ന സ്ഥലത്ത് ഒരു കല്ലേലെടുത്ത് വെച്ച് അപ്പം എടുത്ത് വെച്ചു. പിന്നെന്ത് ചെയ്ത്? കറിയും എടുത്ത് വെച്ച്, ചാറെടുത്തിട്ട് അപ്പത്തിന്മേൽ ഒഴിച്ച്, എന്നിട്ട് കൈകൂപ്പി കാത്തു നിന്ന് ദൂതൻ ഒരു വടി കൊണ്ടുവന്നിട്ട് ഈ അപ്പത്തിന്മേൽ തൊടുമ്പോൾ പെട്ടെന്ന് ഈ സാധനം ആളിക്കത്തും. അപ്പോൾ ഗിദെയോന് മനസ്സിലാകും എന്നോട് സംസാരിച്ചത് ഗിദെയോൻ മിദ്യാൻകാരോട് എന്നെ ഉപകരണമാക്കിക്കൊണ്ട് എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അടരാടി ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാൻ പോകുന്ന സൈന്യങ്ങളുടെ കർത്താവിനെ ഞാൻ കണ്ടു കൈയടിച്ച് കർത്താണ്. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. That is worship, not work is worship. മനസ്സിലായില്ലേ? ഗിദെയോൻ എന്താ? മിദ്യാൻകാർ നമ്മൾക്ക് ഒതുക്കാൻ പറ്റാത്ത അത്രയും ശക്തന്മാരാണ്. അവനെ എതിരെ അടരാടാൻ വേണ്ടിയുള്ള ശക്തി നമ്മൾ സംസ്വീകരിച്ചത് എങ്ങനെയാണ്? വർഷിപ്പിൽ നിന്നാണ്. ഗിദെയോൻ എന്താ ചെയ്തത്? കർത്താവിനെ ആരാധിച്ചവിടെ ബലിപീഠമുണ്ടാക്കി അവൻ പറ്റുന്ന രീതിയിൽ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശക്തിയാണ്. ശരിക്ക് വർക്കല്ല വർഷിപ്പ്. വർക്ക് ഈസ് വർഷിപ്പല്ല, വർഷിപ്പാണ് ഫസ്റ്റ്. നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ, ഉടമ്പടി പ്രകാരം സുവിശേഷ സാക്ഷിയാകുമ്പോൾ
ഉടമ്പടി പ്രകാരം കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതെല്ലാം വർഷിപ്പിൻ്റെ ഭാഗമായി മാറുകയാണ്. അതിലൂടെ നമ്മൾ ബലഹീനതയിൽ ആണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണമെന്ന് പറയുമ്പോൾ, നമ്മളെ ശക്തനാക്കുന്നവരോട് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഫിലിപ്പിയർ 4:13 പറയുമ്പോൾ, എന്താണ് നമ്മൾ ശക്തനാക്കുന്നത്? വർഷിപ്പ്, ആരാധനയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സുവിശേഷ സാക്ഷ്യ ജീവിതവും ചെയ്യാനാണ്. അതിലൂടെയാണ് നമ്മൾ ശക്തീകരിക്കുന്നതും നമ്മളുടെ എല്ലാ വെല്ലുവിളികളെയും നമ്മൾ അതിജീവിക്കുന്നതും. കൈയടിച്ച് കർത്താവ് ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ദൈവഭയത്തില് നീ ഉടമ്പടി പ്രകാരം ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ പറയണം, എന്താണ്? ബലഹീനനായി ഞാൻ ശക്തീകരിക്കപ്പെടുന്നതിലൂടെ. നീ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നീ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വിതരണം ചെയ്യുമ്പോൾ അത് വെയിൽ കൊള്ളും, അതിനൊരു മഴ കൊള്ളുമ്പോൾ, അതിനുവേണ്ടി നീ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിൽ പറയണം, ബലഹീനനായ ഞാൻ കർത്താവിന് ലോകത്തിൽ കൊടുത്തുകൊണ്ട് കർത്താവ് ഇതുവഴി എന്നെ ശക്തീകരിക്കുകയാണ്. എന്നെ ഭീഷണിപ്പെടുത്തുന്ന മിദ്യാൻകാരെ എപ്പോഴും അടരാടാൻ വേണ്ടി, അവരെ അതിജീവിക്കാൻ വേണ്ടി, അത് രോഗമാകാം, ചിലപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥയാകാം, ചിലപ്പോൾ സാമ്പത്തിക കടമാകാം, എന്ത് മിഥ്യാങ്കാര്യം പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആത്മശക്തി ആവഹിക്കുന്നത് ദൈവവചനങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടാണ്. അതാണ് ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്നത്. കൈ അടിച്ചു കർത്താണ് ചൊല്ലുക. ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണെന്ന സൂചനയോടുകൂടി വലതേ പതിര കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ശ്വാസകോശ രോഗികൾ, പതിരയ്ക്ക് പ്രഷർ കൂടിയ ആൾക്കാരുണ്ട്. പതിരയുടെ ഒരു പ്രഷറുണ്ട്. അത് മാരകമായ ഒരു അസുഖമാണ്. അങ്ങനെയുള്ളവർ പതിരയുടെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ്. ഈ സമയം ശ്വാസകോശത്തിൻ്റെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ്. മരുവ് രോഗികൾ വേറെ ഉണ്ടാകാം, അലർജി മൂലം ശ്വാസം മുട്ടലുണ്ടാകാം, ശ്വാസകോശവുമായി വരുന്ന എയർവേസുമായിട്ട് ബന്ധപ്പെടുന്ന ശ്വാസകോശങ്ങളിലെ നീർക്കെട്ടലുകൾ, കഫം, അതുപോലെ തന്നെ അത് മൂലം ഉണ്ടാകുന്ന മറ്റ് പലതരത്തിലുള്ള രോഗങ്ങളിലെല്ലാം ശ്വാസകോശങ്ങളുടെ മേൽ കൈകൾ വെക്കേണ്ടതാണ്. നിങ്ങൾ കൈകൾ വെക്കുമ്പോൾ നിങ്ങൾ കൈകൾ വെക്കേണ്ടത് കർത്താവിൻ്റെ നാമത്തിലാണ്. എല്ലാ ശക്തിയും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പുറപ്പെടുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രഘോഷത്തിലാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പൊന്നോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ള ഞാൻ നിനക്ക് തരുന്നു. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ. കർത്താവെ, അങ്ങയുടെ ശ്വാസകോശ രോഗികൾ അങ്ങയുടെ നാമത്തിൽ കൈകൾ നെഞ്ചിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശ്വാസകോശ രോഗികൾ, കഫക്കെട്ടുകാർ, നീരക്കെട്ടക്കാർ, കർത്താവ് അങ്ങയുടെ നാമത്തിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ തിരുമുറിവാളുന്ന കൈകൾ ശ്വാസകോശങ്ങൾ വെക്കണമേ, കരളിനെ സ്പർശിക്കണമേ, ഹൃദയത്തെ സ്പർശിക്കണമേ. ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തു വിശുദ്ധ രക്തത്താൽ ഈ ഇവിടെ ഉള്ള രോഗങ്ങൾ അകലങ്ങൾ ഇരുന്നു കൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തെ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ.
കർത്താവേ സ്തുതി. കർത്താവേ സ്വോത്ര, കർത്താവേ ആരാധന. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധന, സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കും. മക്കളെ, കിഡ്നി രോഗികളെ പുറം മുതുകിന് താഴെ ഭാഗമായിട്ട് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കാര്യം ഇത് നിങ്ങൾ കേട്ട സാക്ഷ്യങ്ങളാണ്. എത്രയോ രോഗികളെ കർത്താവ് ഓരോ നിമിഷവും സുഖപ്പെടുത്തുന്ന. നിങ്ങൾ പറയണം, ഞാൻ എൻ്റെ കൈകൾ വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണെന്ന് പറയണം. ഞാൻ എൻ്റെ കിഡ്നിപ്പുറത്ത് കൈകൾ വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിലാണ്. എൻ്റെ കരളിൽ അസുഖമുള്ളൊരു നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കണം. അപ്പോൾ ഒരു കൈ വെച്ചാൽ മതി. ഇനി കരളും കിഡ്നിയും ബുദ്ധിമുട്ടുള്ളവർ രണ്ട് കൈകളും രണ്ട് സ്ഥലത്ത് വെക്കുക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കൈകളൊക്കെ അച്ഛനോട് ചേർന്ന് പ്രഖ്യാപി, കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ, കരൾ രോഗികളെ നിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കൈകളെ രോഗസ്ഥലങ്ങളിൽ വെക്കുന്ന യേശുനാമത്തിലെ, യേശുനാമത്തിലെ, യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, Lord Jesus Christ, pour out your spirit, touch your fire finger, soak with the precious blood, and Jesus spirit connect you. The name of Jesus Christ be healed. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ചങ്ങനാശ്ശേരി കുറിച്ചി സെൻറ്റ് ജോസഫ് ശാന്തിഗിരി പള്ളിയിലെ ഇടവക്കാരിയാണ്. എൻ്റെ പേര് മോളമ്മ തോമസ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് CJ തോമസ്. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നത്, എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കാൻ മേലായിരുന്നു. എന്ത് കാരണമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, NSSൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കാണിച്ചു. അപ്പോൾ പുള്ളി ഒട്ടും നടക്കത്തില്ല, കാലിന് എന്തോ നല്ല ഭാരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നടക്കാൻ മേലാതെ ഞാനും എൻ്റെ മോളും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോൾ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടുന്ന് അവളെ വിളിച്ചു വരുത്തി. ഞാനും കൂടെ 3 പേരും കൂടെയാണ് NSS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അവിടെ കാണിച്ച്, വീൽ ചെയറിലായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയത് തന്നെ. അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്, അതിൻ്റെ ഞരമ്പിനകത്ത് നെർവ് പോലെ ഉണ്ടായി നീര് വെച്ചിരിക്കുവാണ്, അതുകൊണ്ട് നിങ്ങളിവിടെ അഡ്മിറ്റാകാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഒരാഴ്ചയോളം ഞങ്ങൾ അവിടെ അഡ്മിറ്റായി കിടന്നു. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കി, കാലിൻ്റെ വല്ല പ്രശ്നമാണോ എന്ന് നോക്കിയിട്ടും അതൊന്നും അല്ലായിരുന്നു. പിന്നെ അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഡിസ്കിൻ്റെ നെർവിന് നീരാണെന്നും അത് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട്. 25,000 രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് തന്നെ. അപ്പം ഞാൻ ഒരാഴ്ചയോളം അവിടെ കിടന്നപ്പോൾ തന്നെ 45,000 രൂപയോളം ഞങ്ങൾക്കായി. ഞങ്ങൾക്കൊരു മോളേ ഉള്ളൂ. ആ മോളും ഞാനും കൂടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കിയതും ആവശ്യമായ മരുന്നുകളൊക്കെ കൊടുക്കാൻ ഈ മോളായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ ആ ആഴ്ച കിടന്നെങ്കിലും എൻ്റെ ഭർത്താവിന് ഒരു കുറവും ഉണ്ടായില്ല. അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ആശുപത്രിയിൽ വെച്ച് തന്നെ തലയിൽ 3 കിലോയും
കാലിൽ 4 കിലോ വെയിറ്റ് ഇട്ട് കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങനെ 2 മാസത്തോളവും കിടന്നു. അങ്ങനെ കിടന്നിട്ടും എൻ്റെ ഭർത്താവിന് ഒരു കുറവും ഉണ്ടായില്ല, നടക്കാൻ സാധിക്കുന്നുമില്ല. അപ്പം പുള്ളിക്കാരന് ഭയങ്കര വിഷമമായി. പുള്ളിക്കാരൻ ഒരു കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് പുള്ളി ടെൻഷനായപ്പോൾ തലയെല്ലാം അങ്ങ് നീര് വെച്ചിട്ട് CT സ്കാൻ ചെയ്തപ്പം സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ പുള്ളിക്ക് ഭീതി കൊണ്ടാകുന്നു അങ്ങനെ ഉണ്ടായെന്ന് ഡോക്ടർ പറഞ്ഞു. അവിടുന്ന് ഡോക്ടർ വീണ്ടും ഞങ്ങളെ അവിടെ അഡ്മിറ്റാക്കി ഒന്നുകൂടെ നോക്കി എല്ലാം കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് പിന്നെ കാണിച്ച് ഫിസിയോതെറാപ്പി 2 മാസം ചെയ്തു. 1 മാസത്തോളവും വീട്ടിലെ വെയിറ്റ് ഇട്ട് കിടന്നു, എന്നിട്ടും നടക്കുന്നില്ല. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ 200 മണി ജപമാല ചൊല്ലും. ഞങ്ങൾ പള്ളിയിൽ പോകുകയൊക്കെ ചെയ്യും, ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരന് പള്ളി വരാൻ ഭയങ്കര മടിയായിരുന്നു. എന്നാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഒക്ടോബർ 1-ാം തീയതിയാണ് ഞാൻ 9 ദിവസം നോയമ്പെടുത്തതിൻ്റെ ഫലമായിട്ട് 10-ാം ദിവസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ജോലിക്കൊന്നും പോയില്ലേലും എനിക്ക് കുഴപ്പമില്ല, കാരണം എൻ്റെ ഭർത്താവിനെ ഒന്ന് നടത്തി തന്നാൽ മാത്രം മതി, ഞങ്ങളെ എന്നും പള്ളിയിൽ പൊക്കോളാം. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ആഴ്ചയിൽ ഞങ്ങൾ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ എഴുതി വെച്ച എല്ലാ നിയമങ്ങൾക്കും അമ്മ മാതാവ് എനിക്ക് ഉത്തരം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യം പറയുന്ന അടുത്ത നിയോഗം ഇതായിരുന്നു. എൻ്റെ ചങ്ങനാശ്ശേരി ഹർബൻ ബാങ്കിലെ ഒരു ലോൺ ഉണ്ടായിരുന്നു. അത് 2004 എടുത്തതാണ്. ആ 2004 എടുത്ത ലോണ് 21 വർഷമായിട്ട് എനിക്ക് അടച്ചു തീർക്കുവാൻ സാധിച്ചില്ല. എന്താണെന്നറിയില്ല. ഓരോ വർഷവും ഞാൻ പലിശ അടയ്ക്കും, മുതലും അടയ്ക്കും. അങ്ങനെ ഹർബൻ ബാങ്കുകാർക്ക് തന്നെ ലക്ഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗം എഴുതി, എൻ്റെ മാതാവേ, എൻ്റെ ഈശോയെ, എനിക്ക് ഈ ഹർബൻ ബാങ്കിലെ ലോണിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിച്ചു തരണം. ഞാൻ എത്ര വർഷമായി മാതാവേ, ഞാൻ ഈ ലോണിന് വേണ്ടി ഈ അടയ്ക്കാൻ തുടങ്ങിയിട്ട് എന്നെക്കൊണ്ട് ഇനി ഒരു നിവൃത്തിയില്ല. ഭർത്താവിന് ജോലിയില്ല, മോള് റിസൈൻ ചെയ്തിഞ്ഞ് വന്നു. ഞങ്ങൾക്കൊരു മോളെ ഉള്ളതുകൊണ്ട് അവൾ വേണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇരിക്കുക. എനിക്കറിയില്ല ആരോടാണ് പറയണ്ടേ. ഈ കഴിഞ്ഞു പോയ മാർച്ച് 30-ാം തീയതിക്കകം ഞങ്ങൾ ഈ ലോൺ അടയ്ക്കണമെന്ന് ഹർബൻ ബാങ്കിലെ മാനേജർ വന്ന് പറഞ്ഞ്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഈ കാശുരൂപവും ഈ കൊന്തയും കൈ പിടിച്ചുകൊണ്ട് എന്തും പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയും തന്നെ രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേക്കും, അലാറം വെച്ച്. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്നങ്ങ് പ്രാർത്ഥിക്കുക, ഇതിനൊരു വഴി കാണിച്ചു തരണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട്, പുള്ളിയോട് ഞാനത് പറഞ്ഞു. പറഞ്ഞപ്പോൾ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തു, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പറഞ്ഞ്, ഞാൻ നോക്കട്ടെ മോളമ്മേ, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്. ആ പുള്ളി പേര് പറയാൻ മേലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ആ പുള്ളിക്കാരി USA ഒരു കൂട്ടുകാരിയെ വിവരം അറിയിച്ചപ്പോൾ ആ പുള്ളിക്കാരത്തി വേറൊരു കൂട്ടുകാരിയോട് പറഞ്ഞു. അങ്ങനെ 3 പേരോട് പറഞ്ഞ് ആ 3-ാമത്തെ ആൾ വേറൊരാളെ കണ്ട് സംസാരിച്ചപ്പോഴേ അവർ പറഞ്ഞ ഇതായിരുന്നു, എനിക്കൊരു നിയോഗമുണ്ട്, ഞാൻ ആരെയെങ്കിലും സഹായിക്കാനായിട്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമാണ്, അതിനു മുമ്പേ എനിക്കൊരു നിയോഗമുണ്ട്. എന്നെ സഹായിച്ച വ്യക്തി കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത മകളാണ്. അവർ ഭാര്യയും ഭർത്താവും USA അവരാണ് എന്നെ സഹായിച്ചത്. 1,63,000 രൂപ എനിക്ക് പലിശയൊക്കെ കൂട്ടിയുള്ള കടമായിരുന്നു. അത് വീട്ടാനായിട്ട് അവരെനിക്ക് പൈസ തന്ന്. എൻ്റെ പൈസ തന്ന് ഞാൻ രാത്രി 2 മണിക്ക് പ്രാർത്ഥിച്ച് ഒരു 2:45 ആയപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിക്ക് കൊടുത്തായിരുന്നു. ആ കൂട്ടുകാരി എൻ്റെ അക്കൗണ്ടിന് അവർക്ക്
പാസ് ചെയ്ത് കൊടുത്തു. അവരെൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഹർബൻ ബാങ്കിലെ പൈസ മുഴുവനും അടയ്ക്കാൻ തക്കവണ്ണം കർത്താവും മാതാവും എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു തന്നു. അങ്ങനെ എൻ്റെ ഹർബൻ ബാങ്കിലെ ലോണ് 21 വർഷമായിട്ട് അടച്ചു തീർക്കാൻ മേലാത്ത അവസ്ഥയിൽ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ലോൺ അടച്ചു തീർക്കുവാൻ അവർ തന്നു. അങ്ങനെ എൻ്റെ കടങ്ങൾ തീർന്നു. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഈ ലോൺ എടുത്ത ആധാരം വാട്സപ്പിൽ അയച്ചു കൊടുക്കണമായിരുന്നു. നമ്മളത് ചെയ്തോ ഇല്ലയെന്നൊരു രേഖ വേണ്ടേ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനത് അയച്ചു കൊടുത്തു. അവരെ അയച്ചു കൊടുത്തപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമൊക്കെ ആയി, ഉറപ്പിച്ചു. വിവാഹത്തിന് സമ്മാനമായിട്ട് അവർ 70,000 രൂപ എനിക്ക് പിന്നെ അയച്ചു തന്നു. അങ്ങനെ അവരുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു. ഞങ്ങളെ സഹായിച്ചതൊക്കെ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സഹായിച്ച ഒത്തിരി മക്കളുണ്ട്. അവരെയൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ രാത്രിയുടെ യാമങ്ങളിലാണ് എൻ്റെ പ്രാർത്ഥന. കാരണം പകൽ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അയൽവക്കത്തുള്ളവർ വരും, അല്ലെങ്കിൽ ഗസ്റ്റുകൾ ആരെങ്കിലും വരും. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ രാത്രിയിൽ ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മോടെ കല്യാണം ഒരു ലോൺ പോലും ഇല്ലാതാണ്. ഞാൻ ആധാരമെടുത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഈശോയെ, 21 വർഷം ഇത് ബാങ്കിൽ ഇരുന്നതല്ലേ, ഇനിയും ഈ ലോൺ എടുക്കുവാൻ എന്നെ സമ്മതിക്കരുത്. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് എനിക്ക് കല്യാണത്തിന് നടത്താൻ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല. കാരണം എനിക്ക് വലിയ വീടൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്, കാറുണ്ട്. ആരെങ്കിലും സഹായിക്കുമോ? ഇല്ല. കാരണം എൻ്റെ ഭർത്താവ് വീണുപോയി. അപ്പോൾ പിന്നെ ഞങ്ങളെ സഹായിക്കാൻ അമ്മ മാതാവും ഈശോയും മാത്രമേ ഉള്ളൂ. അവർ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് മോടെ കല്യാണവും നടന്നു. ലോൺ എടുക്കാതെ തന്നെ കല്യാണം മംഗളകരമായി നടത്തി തന്നു. എൻ്റെ അമ്മ മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്നെ സഹായിച്ചു തന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവർ ഉടമ്പടി എടുത്ത മക്കളുമാണ്. അവരെല്ലാവരും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവിന് 1000 നന്ദി. ഈ പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തെക്കാളും ഞാൻ ദൈവത്തിനും അമ്മ മാതാവിനും നന്ദി അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയുടെ വകയായിട്ട് ഒരു ജീവൻ ജ്യോതി ഒരു ആശ്രയമുണ്ട്. അവിടെ ഞാൻ എല്ലാ മാസവും ഫുഡ് കൊടുക്കും. കൊച്ചിൻ്റെ കല്യാണത്തിനും നമ്മൾ വിരുന്നുകാർക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ 35 പേരുണ്ട്. അവർക്കുള്ള ഫുഡ് ഞാൻ ആദ്യം കൊടുക്കും. പിന്നെ എല്ലാ മാസവും അവർക്ക് ഫുഡ് കൊടുക്കും. 4 മണിക്കത്തുള്ള കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിക്കും. വാങ്ങിച്ചതിന് ശേഷം ഞാൻ പള്ളിയിൽ കയറി അവിടെ കൊടുക്കത്തില്ല. ഞാൻ നടന്നു പോകും. നടന്നു പോയിട്ട് വഴികളിൽ വരുന്നവരെല്ലാവരെയും വിളിച്ച് എൻ്റെ സാക്ഷ്യം പറയും, പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ ഉള്ളവരെ സഹായിക്കും. എളിയ സഹായങ്ങളെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ നാമത്തിലും ഈശോയുടെ നാമത്തിലും ചെയ്യും. ദൈവനാമത്തിന് എപ്പോഴും മഹത്വം ഉണ്ടാകട്ടെ.